ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട മുജ്തബ ഖമീനി അബോധാവസ്ഥയിൽ ചികിത്സയിലാണെന്ന റിപ്പോർട്ട്. ഇസ്രായേൽ ഇന്റലിജൻസ് വിവരങ്ങളെ ഉദ്ധരിച്ച് ബ്രിട്ടീഷ് ദിനപത്രമായ ദി ടൈംസ് ആണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ഫെബ്രുവരിയിൽ അലി ഖമീനി കൊല്ലപ്പെട്ട അതേ വ്യോമാക്രമണത്തിൽ മുജ്തബയ്ക്കും പരിക്കേറ്റതായി സ്ഥിരീകരണമുണ്ട്. ഇറാനിലെ പുണ്യനഗരമായ ഖോമിൽ അതീവ രഹസ്യമായാണ് മുജ്തബയുടെ ചികിത്സ നടക്കുന്നത്. അദ്ദേഹം നിലവിൽ അബോധാവസ്ഥയിലാണെന്നും ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികൾ തങ്ങളുടെ സഖ്യകക്ഷികളുമായി പങ്കുവച്ച അതീവ രഹസ്യമായ നയതന്ത്ര കുറിപ്പിലാണ് ഈ വിവരങ്ങളുള്ളത്. മുജ്തബയുടെ കൃത്യമായ ലൊക്കേഷൻ സംബന്ധിച്ച് ഇന്റലിജൻസ് ഏജൻസികൾക്ക് നേരത്തെ തന്നെ ധാരണയുണ്ടായിരുന്നു. അതേസമയം കൊല്ലപ്പെട്ട മുൻ പരമോന്നത നേതാവ് അലി ഖമീനിയുടെ സംസ്കാര ചടങ്ങുകൾക്കായി ഖോമിൽ വിപുലമായ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ വലിയൊരു ശവകുടീരം നിർമ്മിക്കുന്നതായും അതിൽ കുടുംബാംഗങ്ങൾക്കായി ഒന്നിലധികം അറകളുണ്ടെന്നും നയതന്ത്ര കുറിപ്പ് വെളിപ്പെടുത്തുന്നു. മുജ്തബയുടെ ആരോഗ്യനില കൂടി കണക്കിലെടുത്താണ് ഇത്തരമൊരു നിർമ്മാണമെന്നും സൂചനയുണ്ട്. പുതിയ പരമോന്നത നേതാവായി പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും മുജ്തബ ഖമീനി ഇതുവരെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പേരിൽ പുറത്തുവരുന്ന പ്രസ്താവനകൾ സ്റ്റേറ്റ് മീഡിയ വഴി മാത്രമാണ് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ഇറാൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഇസ്രായേൽ ആക്രമണത്തിൽ അദ്ദേഹത്തിന് സാരമായി പരിക്കേറ്റിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.